വലിയവനായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ, മഹത്വപ്പെടുമാറാകട്ടെ. പെന്തക്കോസ് മെസ്സഞ്ചർ എന്ന യൂട്യൂബ് ചാനലിൽ കൂടെ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട സിലോൺ പെന്തക്കോസ് മിഷൻ അഥവാ TPM എന്ന ഒരു തലക്കെട്ടോടുകൂടെ പല ദിവസങ്ങളായി ഒരു സാക്ഷ്യ പരമ്പര ആരംഭിക്കുകയുണ്ടായി. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളും ഇയർ എൻഡിങ്ങും പല കൺവെൻഷൻ ടൈമും ഒക്കെ ആയതുകൊണ്ട് അതിനെ ചില ആഴ്ചകളായിട്ട് അത് തുടരുന്നില്ല. എങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ച് പലരുടെയും റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് അത് വീണ്ടും പറയുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ അത് അറിയിക്കണം. നമ്മുടെ സാക്ഷ്യം നമ്മൾ പറയുമ്പോഴാണ് അനേകർക്ക് അതൊരു സന്തോഷവും പ്രചോദനവുമായി തീരുന്നു. പെന്തക്കോസ്ത് ജീവിതം വളരെ കഷ്ടതയിൽ കൂടെയാണ് മുൻപോട്ട് വന്നത് എന്ന് പറയുമ്പോൾ അതിനങ്ങേപ്പുറത്തൊരു ന്യായമായ കാര്യം കൂടെ നമ്മൾ മറക്കരുത്. പെന്തക്കോസ്ത് ജീവിതം തന്നെയല്ല കഷ്ടതയിൽ കൂടെ വന്നത്. ഏതൊരു പ്രസ്ഥാനവും തുടങ്ങുവാൻ അതിൻ്റെ തുടക്കത്തിൽ ഒരുപാട് കഷ്ടതകൾ പല രീതിയിൽ അതിൻ്റെ സംഘാടകർ അനുഭവിക്കുന്നുണ്ടാകും. എന്നാൽ നമ്മുടെ പെന്തക്കോസ്ത് ജീവിതം അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. അങ്ങനെയൊക്കെയുള്ളത് കഷ്ടതകൾ ഏറ്റുകൊണ്ട് ചിലരൊക്കെ ചിലത് പടുത്തുയർന്നത് ചില ലാഭങ്ങൾക്ക് വേണ്ടിയായിരിക്കും, ചില ബിസിനസ്സായിരിക്കാം. പക്ഷെങ്കിൽ പെന്തക്കോസ് എന്ന് പറയുന്ന ഒരു അനുഭവം അതേത് സഭയുടേതാണെങ്കിലും TPMോ അല്ലെങ്കിൽ സിലോൺ പെന്തക്കോസോ IPCയോ ചർച്ച് ഓഫ് ഗോഡോ ബ്രദർ മിഷനോ അസംബ്ലീസ് ഓഫ് ഗോഡ്, ഇങ്ങനെ പല AG, ഇങ്ങനെ ഒരുപാട് സഭകൾ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ആദ്യകാലത്തെ വിശ്വാസികളോട് ഒക്കെ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകരോടൊക്കെ ചോദിച്ചു നോക്കിയാൽ വളരെ അധികം യാതനയിൽ കൂടെയാണ് അതെല്ലാം പടുത്തുയർത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഭാഗ്യവശാൽ ഞങ്ങളുടെ കുടുംബത്തിലും ഈ പെന്തക്കോസ് ഞങ്ങളെ തേടി വന്നു എന്നുള്ളതായ അതൊരു ഭാഗ്യപദവിയായിട്ടാണ് ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ലോകത്തിൽ ഒരാശ്രയവുമില്ലാതെ കഷ്ടതയുടെ നീർച്ചുഴിയിൽ കൂടെ കിടന്ന് വലയുമ്പോൾ ഉന്നമനത്തിനുള്ളതായ ഒരു ആശ്വാസവാക്ക് പറഞ്ഞു വന്ന് ഞങ്ങളെ ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കിയത് ഈ പെന്തക്കോസാണ്. അതുകൊണ്ട് വാതോരാതെ അതിനെക്കുറിച്ച് സംസാരിക്കും. ഞങ്ങൾക്ക് അനുഭവിച്ചത് ഞങ്ങളുടെ കേവലം ഇത് ഞങ്ങളുടെ സാക്ഷ്യമാണ്. ഒരു കാര്യം ഇതിനെക്കുറിച്ച് പറയുവാൻ തുടങ്ങുന്നതിന് മുൻപ് വ്യക്തമായിട്ട് എനിക്ക് പറയുവാനുണ്ട്. ഇതൊരു സഭയെ റെപ്രസെൻ്റ് ചെയ്തോ ഒരു സഭയെ ഉയർത്തുവാനോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഉപദേശത്തെ പൊക്കിക്കാണിക്കുവാൻ ഒന്നുമല്ല. ക്രിസ്തുയേശുവിൻ എല്ലാവരും, എല്ലാ വിഭാഗങ്ങളും, എല്ലാ സമൂഹങ്ങളും ഒരുപോലെ ദൈവത്തിനുള്ളൂ. എന്നാൽ ഞങ്ങൾ അനുഭവിച്ച ചില കാര്യങ്ങൾ അത് വ്യക്തിപരമായിട്ടുള്ള സാക്ഷ്യമാണ്. അതൊരു സഭയുടെ ശബ്ദമോ അല്ലെങ്കിൽ സഭയുടെ സന്ദേശമോ അല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമല്ല പെട്ടെന്ന് നാവിൽ വരുന്നത്. വിട്ടുപോയ ചില കാര്യങ്ങൾ കൂടെ ഓർപ്പിച്ചിട്ട് വേണം മുൻപോട്ട് പൊതുവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുവാനെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഭാഗ്യവശാൽ ചില വർഷങ്ങൾ ഫെയ്ത്ത് ഹോമിൽ വളരുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ മുഖാന്തരത്തെക്കുറിച്ച് ചില എപ്പിസോഡിൽ ഞാൻ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. 5-ാമത്തെ വയസ്സ് മുതൽ ഏതാണ്ട് 9-ാമത്തെ വയസ്സ് വരെ ഓതറ അന്നത്തെ കാലത്ത് സിലോൺ പെന്തക്കോസ്ത് മിഷൻ ഫെയ്ത്ത് ഹോമിലാണ് ഞാൻ വളർന്നത്, പഠിച്ചതും. അന്ന് എന്നെ ഫെയ്ത്ത് ഹോമിലേക്ക് ആനയിച്ചത് നമ്മുടെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, സിലോൺ പെന്തക്കോസ്ത് മിഷനിൽ എല്ലാവരാലും പരിചിതനായിരുന്ന മൈക്ക് തങ്കച്ചായൻ്റെ ഫാദർ
വർഗീസ്, അതായത് പാണ്ടനാട് വർഗീസ് എന്ന് പറയും, വർഗീസ് ചാൻ എന്ന് പറയും. അദ്ദേഹവും 3 കുഞ്ഞുങ്ങളുമായിട്ടാണ് അവർ കുടുംബം, അമ്മച്ചിയും തങ്കച്ചായനും ഗ്രേസിമാമയും ജോണിച്ചായനും, അങ്ങനെ അവർ 3 കുഞ്ഞുങ്ങളുമായിട്ടാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വന്നതെന്നാണ് എൻ്റെ അറിവ്, നിഗമനം. ആ കുടുംബം ഞങ്ങളുമായിട്ട് കുറച്ച് ഫാർ റിലേഷൻ കൂടെ ആയിരുന്നു. എങ്ങനെയാണെന്നറിയില്ല, എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടിട്ടാണ് ഞാൻ അറിയുന്നത്. എനിഹൗ, ഞാനത് പറയാൻ ഉദ്ദേശിച്ചത്, ആ അപ്പച്ചനിൽ കൂടെ ഞാൻ കണ്ട, എൻ്റെ ചെറുപ്പത്തിലെ കണ്ട ഒരു വളരെ ചിലപ്പോൾ അത് ചിരിപ്പുണ്ടാക്കും, അല്ലെങ്കിൽ എന്നാൽ ചില സമയത്ത് അതൊരു ഭയങ്കര എൻ്റെ ജീവിതത്തിൽ സങ്കടം ഒഴിവാകാത്ത ഒരു സംഭവം കൂടെയാണ്. നോക്കൂ, പട്ടിണിയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ വിഷയം. പട്ടിണിയെക്കുറിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. പട്ടിണി എന്താണെന്ന് ഇപ്പോഴത്തെ തലമുറയോട് ചോദിച്ചാൽ പട്ടിണിയാണ്. എന്നാൽ ആഹാരം കഴിക്കാതിരിക്കുന്നതല്ല പട്ടിണി. പട്ടിണിയുടെ വേദന അറിയണമെങ്കിൽ അത് ആ പട്ടിണി കിടന്നവർക്കേ അറിയത്തുള്ളൂ. നോക്കൂ, എൻ്റെ ചെറുപ്പകാലത്ത് പെന്തക്കോസിൽ ചേരുന്ന നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടല്ലോ, ഇന്നത്തെ പോലെ സാരിയും നൈറ്റിയും ചൂരിദാറും ഒന്നും ഇടുന്ന അമ്മമാരല്ല അന്ന്. പ്രായമായി കഴിഞ്ഞാൽ പെൺപിള്ളാരെ കെട്ടിച്ചു വിടുമ്പോൾ പോലും എനിക്ക് തോന്നുന്നു ചട്ടയും മുണ്ടും എന്നും പറഞ്ഞൊരു ആചാരം ക്രിസ്ത്യാനികൾക്കിടയിലുണ്ടായിരുന്നു, ചട്ടയും മുണ്ടും. എന്നാൽ ആക്ച്വലി ഈ ചട്ടയും മുണ്ടും ആഭരണമില്ലാതെ ഈ ചട്ടയും മുണ്ടും ഇട്ട നടന്നാൽ ബോറാ കാണാൻ, വളരെ വൃത്തികേടാ. സഹോദരിമാരെ, അമ്മമാരെ കാണാൻ അങ്ങ് വൃത്തികേടാ. അത് ആഭരണത്തോടു കൂടിയേ അതിൻ്റെ സാരിക്ക് കുത്തുന്നതായ സ്ലൈഡും എന്ന് വേണ്ട, അതിൻ്റെ ആഭരണത്തോടു കൂടി ധരിക്കേണ്ടതായ ഒരു വസ്ത്രമാണ്. എന്നാൽ പെന്തക്കോസ്തിൽ ചേർന്നപ്പോഴേക്കും ആഭരണമൂരി ഇങ്ങനെ ചട്ടയും മുണ്ടും ഒക്കെ ഇട്ട് നടക്കുന്ന സ്ത്രീ സമൂഹങ്ങളെ അടുത്ത ബന്ധുക്കളല്ലാതെ മറ്റാരും കല്യാണത്തിന് പോലും ക്ഷണിച്ചിരുന്നില്ല. കാരണം അതൊരു ആ സമുദായ വെളിച്ചത്തിൽ നോക്കുമ്പോൾ, സമൂഹത്തിൽ നോക്കുമ്പോൾ ഒരാക്ഷേപം. വളരെ ചുരുക്കമായിട്ട് അടുത്ത ബന്ധുക്കളെ മാത്രമേ പെന്തക്കോസുകാരായിട്ടുള്ളവരെ കല്യാണത്തിനൊക്കെ ക്ഷണിച്ചിരുന്നുള്ളൂ. എന്നാൽ ഈ പെന്തക്കോസ് കുടുംബത്തിലുള്ള പിള്ളേർക്ക് ഒരു കല്യാണവും നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര വേദനയാണ്, ഒന്നും പറയണ്ട. അന്നത്തെ കാലത്തെ ഊണൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ആ സംഭവത്തിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളെ ഒഴിവാക്കുന്നെന്ന് കേട്ടപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ഈ പെന്തക്കോസിനോട് തന്നെ അങ്ങ് വെറുപ്പായി. തീർച്ചയായിട്ടും അങ്ങ് വെറുപ്പായി. കുഞ്ഞുങ്ങൾ പെന്തക്കോസിനെ വെറുത്ത ഒരു കാലമുണ്ടായിരുന്നു. കാരണം അവർക്ക് അയൽവക്കത്ത് ആക്ഷേപം, ബന്ധുക്കളുടെ ഇടയിൽ ആക്ഷേപം, സമൂഹത്തിൽ ആക്ഷേപം. സ്കൂളിൽ ചെന്നാൽ പെന്തക്കോസിൻ്റെ ആത്മാവേ എൻ്റെ മുട്ടയുടെ കാശിഞ്ഞ് തന്നിട്ട് പോവും, പെന്തക്കോസിൽ ചേരണം, കപ്പയും മീനും തിന്നണം, കപ്പയുള്ള വീട് നോക്കി യോഗം വയ്ക്കണം എന്നൊക്കെയുള്ള പാട്ടാടുകയാണ് പിള്ളേർ നമ്മളെ സ്വീകരിക്കുന്നത്. ഈ ഇൻ്റർവെൽസ് എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ടല്ലോ സ്കൂളിൽ. ഈ ഇൻ്റർവെൽസിൽ എന്നോടൊപ്പം പഠിച്ചിരുന്ന ഒരു കൂട്ടം കൂട്ടുകാർക്കെല്ലാം ഇതായിരുന്നു വിനോദം. ഈ ക്രിസ്മസ് പാട്ട് പാടുന്നതിൻ്റെ കൂട്ട് ഞാൻ അത് പേടിച്ച് ക്ലാസ് മുറിയിൽ നിന്ന് പലപ്പോഴും ഇറങ്ങിയില്ല. ഇൻ്റർവെൽസിന് ഞാൻ പെട്ടെന്ന് വെളിയിലോട്ട് പോയിട്ട് ഓടി ഞാൻ ക്ലാസ്സിലങ്ങ് കയറും. കാരണം ഇവന്മാർക്ക് എന്നെ കൈ കിട്ടിയാൽ എൻ്റെ തലയിൽ ഞൊട്ടുക, പെന്തക്കോസിൻ്റെ ആത്മാവേ എന്നും പറഞ്ഞ് അങ്ങ് തുടങ്ങും. അപ്പോൾ ബാക്കിയുള്ള പിള്ളേർ കൈകൊട്ട് തുടങ്ങും. അപ്പോൾ വളരെ ഒരു അപമാനിതരായിട്ടാണ് അന്നത്തെ കാലത്തെ സ്കൂൾ ജീവിതം. എന്നാൽ ചിലയിടങ്ങളിലൊക്കെ അല്പം മാന്യതയൊക്കെ ഉണ്ടായിരുന്നു. എന്തിനു പറയുന്നു, സാധുക്കളുടെ ഒരു സമൂഹവും കൂടെ ആയിരുന്നു ഈ പെന്തക്കോസ്ത് സംവിധാനം. ലോകത്തിൽ അവഗണിക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, ഒരു സ്ഥാനവും മാനവും ഒരു രീതിയിലും ഉയർച്ചയൊന്നും കാണാതിരുന്ന അനേക കുടുംബങ്ങളാണ്. ദാവീദിൻ്റെ അടുത്ത് കടമുള്ളവർ, ഭാരമുള്ളവർ, ഞെരുക്കമുള്ളവർ,
ഉപദ്രവിക്കപ്പെടുന്നവർ, കുറവുള്ളവരെല്ലാം അടുത്തുകൂടി എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടെ അന്നത്തെ കാലത്തെ പെന്തക്കോസിലും ഇതുപോലെ കുറേ രോഗികളും അല്പപ്രാണികളും എല്ലാം കൂടെ തടിച്ചുകൂടി പാട്ടുപാടി ഒരോലക്കുടിലിൻ്റെ കീഴിലിരുന്ന് പാടി സന്തോഷിക്കുന്ന ഒരു സംവിധാനമായിരുന്നു അന്ന് പെന്തക്കോസ്. ഇന്ന് അതിനെ കുറേ മാറ്റങ്ങളൊക്കെ വന്നു. ഇന്ന് സാംസ്കാരികമായിട്ടും സാമുദായികമായിട്ടും നമ്മൾ സമൂഹത്തിൽ വളരെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ വളരെ അഭിമാനം തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 10ാം ക്ലാസ്സിൽ സാധാരണ ഈ അംബീഷ്യസ് ചോദ്യം എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ടല്ലോ. അതായത് ഈ 10ാം ക്ലാസ് ഇയർ എൻഡിങ് ആകുമ്പോൾ ഒടുവിലത്തെ 1-2 ആഴ്ച ഈ സാറുമാരെല്ലാം ഭയങ്കര ഉഴപ്പാണ്. അവർ പഠിപ്പിക്കേണ്ടതെല്ലാം പഠിപ്പിച്ചു, പിന്നെ എന്തോ പറയണമെന്ന് അവർക്കറിയത്തില്ല. ചുമ്മാതെ വന്നിരുന്ന് ക്ലാസ്സിൽ ഓരോ ചൊളിയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ടൈം പാസ് ചെയ്യണം. ആ പീരീഡ് എങ്ങനെയെങ്കിലും തികയ്ക്കണം. അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു. അന്നത്തെ കാലത്ത് ഈ 10ാം ക്ലാസ്സിൻ്റെ ഒടുവിൽ ഒരു ഈ അംബീഷ്യസ് മീറ്റിംഗ് എന്നും പറഞ്ഞൊരു മീറ്റിംഗുണ്ട്. അതായത് നിനക്കാരാകണം. അന്നത്തെ കാലത്തെ ഏറ്റവും വലിയൊരു പഠിത്തമായി 10ാം ക്ലാസ് എന്ന് പറയുന്നത്. 6th പാസ്സാകുന്നെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ചിലർ ഗുസ്തിക്ക് പോകും, ചിലർ സസ്തിക്ക് പോകും, ചിലർ വസ്തിക്ക് പോകും. അങ്ങനെ അതിനെല്ലാം അർത്ഥമുണ്ട്. ഓരോരോ അസ്തിത്വങ്ങൾക്കായിട്ട് ഓരോരുത്തർ തിരിയുന്ന സമയമാണ്. സാറന്മാർ പക്ഷെങ്കിൽ 10ാം ക്ലാസ്സിൽ നമ്മൾ യാത്ര പിരിയുന്നതിന് മുൻപ് നമ്മളോട് ചോദിക്കും, നിനക്കാരാകണം. അപ്പോൾ ഞാൻ പഠിച്ച ക്ലാസ്സിൽ ഇങ്ങനെ ഒരു അംബീഷ്യസ് ക്ലാസ് ഉണ്ടായിരുന്നു. അംബീഷ്യസ് ക്ലാസ് വന്നപ്പോൾ ഞാനൊരു മൂലയിലോട്ട് അങ്ങ് ഒതുങ്ങി. കാരണം എന്താകാനാണ്, എവിടെയാകാനാണ്? എല്ലാവരും ഓരോരുത്തർ എൻജിനീയർ ആകണം, ചിലരൊക്കെ പൈലറ്റ് ആകണം. അപ്പം ഞാൻ വിചാരിച്ചേട്ടാ, പൈലറ്റ് ആകാൻ പറ്റുമോ മനുഷ്യർക്ക്? അതൊക്കെ എൻ്റെ ജീവിതത്തിന് വലിയൊരു അത്ഭുതകരമായ ഒരു വാക്കുകളായിരുന്നു. മനുഷ്യർക്ക് എല്ലാവർക്കും പൈലറ്റ് ആകുമോ, അമേരിക്കക്കാരല്ലേ പൈലറ്റ് ആകത്തുള്ളൂ എന്നൊക്കെ നമ്മുടെ മനസ്സിലൊക്കെ ചോദ്യങ്ങൾ വന്ന സമയമാണ്. എന്നാൽ എൻ്റെ കൂട്ടുകാരിൽ പലരും പല അംബീഷ്യസൊക്കെ പറയുമ്പോൾ എൻ്റെ ഊഴം വന്നു. കോശി എന്നപ്പോൾ കോശി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും കൂടെ അങ്ങ് ചിരിക്കുക. കാരണം ഒരു അധികം ആർക്കും ഇല്ലാത്ത ഒരു പേരാണ്. അതിൽ തന്നെ ഞാൻ അങ്ങ് ലജ്ജിതനാണ്. അപ്പോൾ എണ്ണീച്ച് നിന്ന് സാറ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറും അല്പം രസികനും അല്പം പരിഹാസിയുമായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ ചോദിച്ചു, എന്നെ ചിരിച്ചുകൊണ്ടാണ്, എന്നെ ഒടുവിലാണ് എനിക്ക് ചാൻസ് തന്നത്, ആരാകണം. അപ്പോൾ ഞാൻ എന്തോ പറയണം, എൻ്റെ മനസ്സിൽ വായിൽ ആദ്യം വന്നത് ഉപദേശിയാകും. പിള്ളേരെല്ലാവരും കൂടെ ഒരൊറ്റ ചിരിയാണ്. ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഒരൊറ്റ ഓട്ടോ ഓടി. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഒരിക്കൽ പോലും ക്ലാസ്സിൽ കയറിയിട്ടില്ല. പഠിക്കാനെന്ന് പറഞ്ഞ് സ്കൂളിലോട്ട് ചെന്നിട്ടില്ല, പരീക്ഷ എഴുതാനേ പോയുള്ളൂ. ഞാൻ എന്തിനാണ് പറയുന്നതെന്നറിയാം. ഞാൻ ഉൾപ്പെട്ടു നിന്ന സമൂഹം അത്രയ്ക്കും എനിക്ക് മാന്യത തന്നു എന്ന് പറയാനാണ്. കുഞ്ഞുങ്ങൾ ആയിരിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളിതെല്ലാം മനസ്സിലാക്കുമല്ലോ. എന്നാൽ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തി വന്നപ്പോൾ പെന്തക്കോസ്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. മോനെ, ഇതിനകത്തുണ്ടാകുന്ന മഹാത്മ്യം എന്താണ്? അവഗണനയും നിന്ദയും പരിഹാസത്തിൻ്റെ അങ്ങേപ്പുറത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ വി ഹാവ് എ ഹോപ്പ്, വി ഹാവ് എ ഷ്വറിറ്റി. നമുക്ക് നീങ്ങുവാനുള്ളതായ ഒരു നല്ല പ്രത്യാശയുള്ളവരായി, സമാധാനമുള്ളവരായി, ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടാത്ത സകലതും ദൈവം തരും എന്നുള്ളത് ഒരു പ്രത്യാശയിൽ വളർത്തുവാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അഭ്യസിപ്പിച്ചു. എനിഹൗ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് ഞാൻ പറയാൻ വന്ന കാര്യം പറയട്ടെ. മൈക്ക് തങ്കച്ചാൻ്റെ അപ്പച്ചനും ഞങ്ങളുമായിട്ടുള്ള ജീവിതം. അന്ന് ഞങ്ങൾ ഫെയ്ത്ത് ഹോമിൽ അമ്മച്ചി, അപ്പച്ചൻ, ഗ്രേസി മാമ, അപ്പച്ചൻ്റെ മകൾ, അന്ന് അവൾ ചെറുപ്പക്കാരിയാണ്. സ്കൂളിൽ പഠിത്തം നിർത്തിയോ അതോ സ്കൂളിൽ പോകുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല. എൻ്റെ കൂടെ എന്നെക്കാളിലും മൂത്ത ഒരു ഫെയ്ത്ത് ഹോം പയ്യനുണ്ട്, സാം, കൊല്ലടോ സാം. അങ്ങനെ 2 സഹോദരിമാരുണ്ട്. ഞങ്ങൾ 8 പേരുണ്ട്. കൊടും പട്ടിണിയാന്ന് വെച്ചാൽ അങ്ങ് പട്ടിണിയാണ്. പട്ടിണിയുടെ ഗുണം നമ്മുടെ വേദപുസ്തകം പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോലെ വേറെ ഒരു പുസ്തകവും പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല. എന്താണെന്നറിയാമോ? നൊന്ത് പ്രസവിച്ച 2 കുഞ്ഞുങ്ങളെ
ഒരു കുഞ്ഞിനെ രണ്ടമ്മമാർ പുഴുങ്ങി തിന്നെന്ന്. ചെമ്പിനകത്ത് വെള്ളം തിളപ്പിച്ച് ആ കുഞ്ഞിനെ ജീവനോടെ പിടിച്ച് കൈയും കാലും കെട്ടി ആ വെള്ളത്തിൽ മുക്കി പുഴുങ്ങി വെട്ടി ഞുറുക്കി തിന്നുന്ന എന്താ കാര്യം? പട്ടിണി, വിശപ്പ്. വിശപ്പിന് അത്രയ്ക്ക് ഭയങ്കര ബലമുണ്ട് കേട്ടോ. അതാണ് അത്രയും ഡീപ്പായിട്ട്. അതായത് ഈ വിശപ്പ് നമ്മുടെ പ്രാണൻ വളരെ വേഗത്തിൽ സെൻസ് ചെയ്യും. പട്ടിണിയെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ആഹാരം ധാരാളം ഉണ്ടെങ്കിൽ ആ ആഹാരം കഴിക്കാൻ വേണ്ടി അമ്മമാരോ സഹോദരിമാരോ ആരെങ്കിലും വൈഫോ ആരെങ്കിലും വിളിച്ചെന്നിരിക്കട്ടെ, വന്നാട്ടെ അച്ഛാ ഭക്ഷണം കഴിക്കാൻ അപ്പം നമ്മളെന്താ പറയും? വരാം ഇപ്പം കഴിക്കാം, പിന്നെ കഴിക്കാം, ചൂടെ കഴിയട്ടെ. കാരണം എന്താണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ വീട്ടിൽ ആഹാരം എപ്പോഴും ഇരിക്കും, അത് എപ്പോഴും ഉണ്ടെന്നുള്ളതായ ഒരു ധാരണ. എന്നാൽ ആഹാരമില്ല എങ്കിൽ രാത്രി 12 മണിയാകുമ്പോൾ നമ്മുടെ ഉള്ളിലെ പ്രാണൻ സെൻസ് ചെയ്യും വീട്ടിൽ ആഹാരമില്ല. അയ്യോ, രാവിലെ 2 മണി മുതൽ അങ്ങ് അടങ്ങാത്ത വിശപ്പാ, അങ്ങ് വിശപ്പ് അങ്ങ് ചത്തുപോകുന്ന പോലുള്ള വിശപ്പാ. എടാ, തലേ രാത്രിയിൽ വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ടല്ലേ കിടന്നത്? ഇല്ല, പ്രാണനങ്ങ് വിശപ്പാ. കാര്യം എന്താണെന്നറിയാമോ? വീട്ടിൽ ആഹാരമില്ല എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നതിൽ പരമായിട്ട് നമ്മുടെ പ്രാണൻ തിരിച്ചറിയുന്നു. നമുക്കൊരു മാരകമായ രോഗമോ അസുഖങ്ങളോ വരുന്ന ഉടനെ പ്രാണൻ ഉള്ളിൽ അങ്ങ് കത്തും. തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പോയി വേണ്ട ശുശ്രൂഷ ചെയ്തുവെന്ന് പ്രാണൻ ഉള്ളിലിരുന്നുകൊണ്ട് നമുക്കൊരു കത്തൽ തരും. എന്നാൽ കർത്താവിൽ പ്രത്യാശ ഈ കത്തലിനെ ജയിക്കുവാനുള്ളൊരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ തരുന്നു എന്നുള്ളതാണ് പെന്തക്കോസ്ത് ജീവിതത്തിൻ്റെ മഹാത്മ്യം, ശ്രേഷ്ഠത. അതാണ് ഇവിടുത്തെ ഭാഗ്യ അവസ്ഥയെന്ന് പറയുന്നത്. പറഞ്ഞു വരട്ടെ, അപ്പച്ചനും ഞങ്ങളും എല്ലാവരും കൂടി ഉള്ളതായ ഫെയ്ത്ത് ഹോമിലെ ജീവിതം എന്നും എൻ്റെ ജീവിതത്തിൽ ഓർക്കുവാനുള്ള ഒരു സംഭവമാണ് പറയുന്നത്. പട്ടിണി വല്ലപ്പോഴും ഇച്ചിരി ആഹാരമുണ്ട്, അമ്മച്ചി അതെല്ലാവർക്കും കൂടെ വീതിച്ച് തരും. ഒരു നാഴി അരിയിട്ട് കഞ്ഞി വെച്ചാൽ 8 പേർക്ക് വീതിക്കണം. ആ നാഴി അരിയുടെ കഞ്ഞി ഇങ്ങോട്ട് മുന്നോട്ട് തന്നാൽ സാമും ഞാനും കൂടെ ഒറ്റ സെക്കൻഡ് കൊണ്ട് തീർത്ത് പാത്രം കാലിയാക്കി കൈ കൊടുക്കുന്ന സമയം. അങ്ങനത്തെ വിശപ്പും പ്രാണന അടിക്കുന്ന സമയമാണ്. ഗ്രേസിമാമയെ ഒട്ടും മോശക്കാരിയല്ല. സഹോദരിമാരുടെ കാര്യം പിന്നെ കഷ്ടകാലം തന്നെ. ഒരു ദിവസം അപ്പച്ചൻ, സാധാരണ അപ്പച്ചൻ വിശപ്പെന്നോ അല്ലെങ്കിൽ പട്ടിണിയെന്നോ ഒന്നും പറഞ്ഞൊന്നും ഇരിക്കത്തില്ല. രാവിലെ പ്രാർത്ഥന കഴിഞ്ഞു, ആഹാരം ഉണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ കുളിയും കഴിഞ്ഞ് തുണിയൊക്കെ എല്ലാം ഉടുത്തുമുണ്ട് അപ്പച്ചൻ ഒരു സഞ്ചിയും തോളത്ത് തൂക്കി വേദവസ്തുവും കാലക്കുടയും ഒക്കെ ഊന്നി അപ്പച്ചൻ അങ്ങ് ഇറങ്ങും. കുറച്ച് പുസ്തകങ്ങൾ, ചെറിയ പുസ്തകങ്ങളൊക്കെ അപ്പച്ചൻ്റെ കാണും. എവിടെ പോവുക? വിസിറ്റിങ്ങിന് പോവുക. അപ്പച്ചൻ എന്നും വിസിറ്റിങ്. എവിടെ വിസിറ്റിങ്ങിന് പോകുന്നതെന്ന് അറിയത്തില്ല. ഒരു ദിവസം എന്നെയും സാമിനെയും അപ്പച്ചൻ കൂടെ കൂട്ടി. അപ്പോൾ പോകുന്ന വഴിക്ക് അപ്പച്ചൻ ഒരു മരത്തിൻ്റെ കീഴിൽ നിന്ന് ആ മരത്തോടങ്ങ് പ്രസംഗിക്കുക. ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കണ്ണി നോക്കി നിന്നിച്ചിരിക്കുക. അപ്പച്ചൻ എന്തായി കാണിക്കുന്നത്? മരത്തോട് പ്രസംഗിക്കുക. അപ്പച്ചൻ അന്നേരം പറയുന്ന നല്ല സാഹിത്യ ഭാഷയൊക്കെ, ആ മലയാളമൊന്നും നമുക്ക് മനസ്സിലാകത്ത് പോലുമില്ല. അത് ഞങ്ങളുടെ കൊച്ചു പ്രായത്തിൽ ഞങ്ങൾക്ക് അറിയത്തില്ല എന്താ അപ്പച്ചൻ പറയുന്നത്. അപ്പം ഞാൻ അപ്പച്ചനോട് ഇത് തിരിച്ചു വന്നാണ് ചോദിച്ചു, അപ്പച്ച ഈ മരങ്ങളൊന്നും എന്താ പ്രാർത്ഥനയ്ക്ക് വരാത്തത് എന്താ? ഈ മരത്തോട് അപ്പച്ചൻ ഒത്തിരി പ്രസംഗിച്ചല്ലോ, അവർ പ്രാർത്ഥനയ്ക്ക് വരാത്തത് എന്താ? അപ്പോൾ എൻ്റെ കൊച്ചു മനസ്സിൽ ഈ മരങ്ങൾക്ക് നടക്കാൻ ഒക്കുമെന്നാണ് ചിന്ത. കാരണം അതിനൊരു കാരണമുണ്ട്, ചുമ്മാതെ പറയുകയല്ല. ബസ്സിൽ കയറുന്ന ഉടനെ ഞാൻ നോക്കുന്ന ബസ് മുന്നോട്ട് പോകുമ്പം എൻ്റെ 2 സൈഡിലുള്ള മരങ്ങളെല്ലാം പുറമോട്ട് ഓടിപ്പോകുന്നു. അപ്പം ഞാൻ ഓർത്തു, ഈ മരങ്ങൾ ഓടുന്നത് ഈ ബസ് കണ്ടുകൊണ്ട് പേടിച്ച്, ഞങ്ങളൊക്കെ ചെല്ലുന്നത് കണ്ടുകൊണ്ട് പേടിച്ച് മരം അങ്ങ് ഓടിപ്പോവുക. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ മരങ്ങൾക്ക് ഓടാൻ ഒക്കുമെങ്കിൽ ഈ സഭായോഗത്തിന് എന്താ വരാത്തത്? ഞങ്ങൾക്ക് പൈസയും ആഹാരമൊക്കെ എന്താ ഈ മരങ്ങൾ കൊണ്ട് തരാത്തത്? ഇതാണ് എൻ്റെ മനസ്സിലെ ഒരു ചിന്ത. അപ്പച്ചൻ പിന്നെ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. മരത്തോട് ഞാൻ സുവിശേഷം പറഞ്ഞത്, അതൊരു പ്രകൃതിയാണ്. മരത്തിൻ്റെ കീഴിൽ തണലിന് വേണ്ടി സമാധാനമില്ലാത്തവർ വന്നത് ആശ്വാസത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തോടു കൂടി ആ മരത്തോട് സുവിശേഷം അങ്ങ് പറയുക. അപ്പച്ചൻ്റെ വിശ്വാസം അത്രയ്ക്ക് വലുതാണ്. അങ്ങനെയൊന്നും ഉള്ള വിശ്വാസമുള്ളവരൊന്നും ഇല്ലെന്നിപ്പോഴേ. അപ്പം ഞാനത് എൻ്റെ വിശ്വാസത്തിൻ പ്രകാരം അങ്ങനെ തളർന്നു വന്നിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ സുവിശേഷം അവിടെ ആ മരത്തിനെ പറഞ്ഞങ്ങ് ഏൽപ്പിച്ചിരിക്കുക. അപ്പോൾ അവിടെ വരുന്നവർ സമാധാനം പ്രാപിക്കണം. ആ സമാധാനം അവരെ നമ്മുടെ ഫെയ്ത്ത് ഹോമിലോട്ട് കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് പറയുന്നത്. എനിക്ക് വളരെ തമാശ തോന്നി.
ആ എങ്കിലും ആ വിശ്വാസത്തിൻ്റെ ആഴത്തെ എൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്പെടുകയുണ്ടായി. ഒരു ദിവസം അപ്പച്ചൻ വിസിറ്റിങ്ങിന് വേണ്ടി പോകുമ്പോൾ പോയിട്ട് വന്നപ്പോൾ ജുബായുടെ പോക്കറ്റ് നിറഞ്ഞിരിക്കുക, ഇങ്ങനെ ഉന്തിയിരിക്കുക. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അമ്മച്ചി നോക്കി ചിരിച്ചു, എന്തോ കൊണ്ടുവരുന്നുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാടാ ഇത്രയും പൈസ ഒന്നും അപ്പച്ചന് കിട്ടത്തൊന്നുമില്ല. എവിടെ നിന്ന് കിട്ടാൻ? അന്നൊക്കെ ചില്ലറ പൈസയൊക്കെയാണ് ദശാംശം കൊടുക്കുന്നത്. നോട്ട് ആരുടെയിലായിരിക്കുന്നത്, വലിയ നോട്ടാണ്, 1 രൂപ 2 രൂപയൊക്കെ. അതൊന്നും കിട്ടത്തില്ല, ചില്ലറ നാണയങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അപ്പച്ചൻ അതല്ല, വേറെ എന്തോ കൊണ്ടുവന്നിരിക്കുകയാണെന്ന്. അപ്പച്ചൻ വന്ന പാടെ ഫെയ്ത്ത് ഹോമിൽ ഒരു സ്റ്റൂൾ, അന്ന് ഓതറ തോട്ടുമുക്കത്താണ് ഫെയ്ത്ത് ഹോം, സ്റ്റൂളിൽ ഒരു കൊച്ചു പൊതി വെച്ചു. എന്നിട്ട് അപ്പച്ചൻ പറഞ്ഞു, ഇതെല്ലാം ആരും തൊട്ടുപോകരുത്. ഞങ്ങൾ ഓർത്ത് ഇതെന്തൊരു ഇഷ്ടമാണ്, ഇത് തൊട്ടുപോകരുത്, എന്തോ പടക്കം വല്ലോ അന്ന്. അത് ഒരു പൊതിഞ്ഞ് കെട്ടിയ ഒരു സാധനമാണ്. എന്താണെന്നറിയാം, അപ്പച്ചൻ വിസിറ്റിങ്ങിന് പോയപ്പോൾ ഏതോ ഒരു സാധു കുടുംബത്തിൽ നിന്ന് അവിടുത്തെ അമ്മച്ചി ഈ കരിയിലെ അടുപ്പിനകത്ത് ഒരു കപ്പ ഇട്ട് ചുട്ട് അപ്പച്ചന് തിന്നാൻ കൊടുത്ത്, അത് തല്ലി, അതിങ്ങനെ വെന്ത കപ്പയാണ് അത് കൊടുത്തിരിക്കുക. അപ്പച്ചൻ ഉപവാസമാണ്, ഫെയ്ത്ത് ഹോമിൽ ചെന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞ് അത് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് ഒരു വാഴയിലയൊക്കെ ഇട്ട് കെട്ടി. അപ്പച്ചൻ ഉണങ്ങിയ വാഴയിലേക്കകത്തൊക്കെ ഇട്ട് പൊതിഞ്ഞ് നല്ല വൃത്തിയായിട്ടും പടക്കം പൊതിയുന്നതിന് കൊണ്ട് പൊതിഞ്ഞുകൊണ്ട് വന്നിരിക്കുക. അപ്പം പൊതിയുടെ പുറകെ ഞങ്ങൾ ഇങ്ങനെ 2 ആൺപിള്ളേർ ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട്. ഗ്രേസി മാമ ഞങ്ങളോട് പറഞ്ഞു, അതിനുവേണ്ടി കാവൽ നിൽക്കണ്ട, അത് മോക്ക് വേണ്ടി അപ്പച്ചൻ കൊണ്ടുവന്നതാ, നിങ്ങളുടെ പണിയല്ല നോക്ക്, നിങ്ങൾ പോവും. അപ്പം ഗ്രേസി മാമിയോട് ഞങ്ങൾ പറഞ്ഞു, പിന്നെ ഞങ്ങൾ പിന്നെ അത് തരാതെ വന്നാൽ ഗ്രേസി മാമിക്കായിരുന്നു. അപ്പം ഗ്രേസി മാമി ഞങ്ങളോട് വാത് വെച്ച് പറഞ്ഞു, ഞാൻ മോളല്ലയോ, ശരിയായിരിക്കും മോളെ. അപ്പോൾ സാം എന്നോട് പറഞ്ഞു, ശരിയായിരിക്കും ഇവിടെ മോളാ, കൊടുക്കായിരിക്കും, അപ്പച്ചൻ അങ്ങോട്ടേ കൊടുക്കത്തുള്ളായിരിക്കും. എന്തായാലും വൈകിട്ട് പ്രാർത്ഥന കഴിയുന്നതിന് വരെ അപ്പച്ചൻ തുടരുതെന്ന് പറഞ്ഞ് വെച്ചിരിക്കുക. പ്രാർത്ഥന കഴിഞ്ഞിട്ട് വന്ന അപ്പച്ചൻ ആ പൊതി അഴിച്ചു. പൊതി എടുത്തിട്ട് പതുക്കെ അഴിക്കുക. അയ്യോ, ഞങ്ങൾ ഓർത്ത് ഇതെന്തോ പൊതി അഴിക്കുക. പതുക്കെ ഓരോ ചരടും കൊതിപ്പിക്കുക വെച്ച് ഇങ്ങനെ അങ്ങോട്ട് അഴിച്ച് ഇങ്ങനെ വാഴയിലേക്ക് അങ്ങോട്ട് നീക്കിയിട്ട് അപ്പച്ചൻ പറയാം, ആ ചുട്ട കപ്പയല്ലയോ, കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പച്ചനെടുത്ത് ഇങ്ങനെ തിരിച്ചും മറിച്ച് നോക്കി, എല്ലാവരും നോക്കി ചിരി. അപ്പം അമ്മച്ചി പറഞ്ഞു, പിള്ളേരെ വിശന്നിരിക്കുന്ന പിള്ളേരെ കൊതിപ്പിക്കുക, ഇതാ പണി. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഇല്ല, പിള്ളേർക്ക് കൊടുക്കാനില്ലയോ. അപ്പം ഗ്രേസി മാമ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുക, മോളങ്ങ് കൊണ്ടുപോകാൻ, ഞങ്ങൾക്കൊക്കെ ഇച്ചിരി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ അപ്പച്ചൻ ആ കപ്പ എടുത്ത് ഞങ്ങളുടെ 2 ആൺപിള്ളേരുടെ കയ്യിൽ തന്നിട്ട് കൊണ്ട് തിന്നോടാ എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് പോരും. അവിടനെ എൻ്റെ ജീവിതത്തിൽ എന്നും ഒരു ദുഃഖം ഉണ്ടാക്കിയ ഒരു വസ്തു, അത് പറയാനാണ് വന്നത്. എന്താണെന്നറിയാം, ഞങ്ങളുടെ കയ്യിൽ അപ്പച്ചൻ ആ കപ്പ തരുമ്പോൾ ആ കതകിൻ്റെ അരക്കഥകുണ്ട്, നന്ദി ഈ ഹാഫ് കഥക അവിടെ മറിഞ്ഞു നിന്നും കൊണ്ട് ഗ്രേസിമാമ കണ്ണിൽ കൂടെ കുടുകുടാന്ന് വെള്ളമൊഴുകി. എന്നിട്ട് ഞങ്ങളുടെ നേരെ കൈ നീട്ടി, എനിക്ക് ഇച്ചിരി തരണം. നോക്കൂ, സ്വന്തം മകളെ നോക്കിയിരുത്തിക്കൊണ്ടാണ് ഒരു ബന്ധവുമില്ലാത്ത ഞങ്ങൾക്ക് അത് തന്നത്. ഇന്നും ഒരു നല്ല കറി കൂട്ടുമ്പോൾ, അല്പം വയറ് നിറച്ച ആഹാരം കൂട്ടുമ്പോൾ, എൻ്റെ ഭവനത്തിൽ വെച്ചാണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും ഞാൻ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ഭക്ഷണം ഞാൻ കഴിക്കുമ്പോൾ ഗ്രേസി മാമയെ ഓർക്കും. എൻ്റെ കണ്ണിൽ കൂടെ ഞാൻ അറിയാതെ കണ്ണു നിറയും. അതെൻ്റെ ജീവിതത്തെ ഒരുപാട് ബാധിച്ച ഒരു സംഭവമാണ്. അമ്മാമ്മ ആ കഥകന് മറിഞ്ഞു നിന്നുകൊണ്ട് ആ കരിക്കട്ട കപ്പയ്ക്ക് വേണ്ടി ഞങ്ങളോട് കൈ നീട്ടിയത്, സ്വന്തം പിതാവ് കൊടുക്കാതിരുന്ന കാലം. ഒരു മക്കളെയും അപ്പനെയും കുഞ്ഞുങ്ങളെയും ഒക്കെ, മാതാപിതാക്കളെയും ഭാര്യയും കുഞ്ഞുങ്ങളെയും ഒക്കെ വിട്ട് അല്ലെങ്കിൽ പകയ്ക്കണം എന്നൊക്കെ പറയുന്ന സുവിശേഷം ഒരു ജീവിതത്തിൽ എത്രത്തോളം ആഴമായി പതിച്ചു എന്ന് പറയാനാണ്. അടുത്ത ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് ഈ ഓതറയിലെ വിഷയങ്ങളൊന്നും നിർത്തി മുന്നോട്ടടുത്ത എപ്പിസോഡിലേക്ക് പോകണമല്ലോ. ഒരു ദിവസം വീണ്ടും എന്നെ സംബന്ധിച്ചല്ലെങ്കിൽ ചിന്തിപ്പിച്ചതായ ഒരു സമയം, എൻ്റെ പിതാവ് മിലിറ്ററിയിൽ നിന്ന് വന്ന് പെന്തക്കോസുകാരനായതുകൊണ്ട് ജോലിയൊന്നും കിട്ടാതെ അവിടെയൊക്കെ വളരെ വീട്ടിൽ ഭയങ്കര പ്രയാസമെന്ന് വെച്ചാൽ വലിയ പ്രയാസം. പെന്തക്കോസിലായതുകൊണ്ട് സ്വന്തം കുടുംബത്തിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നും ഒരു സപ്പോർട്ടും എങ്ങുമില്ല. ദേശത്തൊന്നും ഒരു ജോലി കിട്ടത്തില്ല. സുന്ദന് പറയുന്നു, പെന്തക്കോസുകാരുടെ മുടി പോലും വെട്ടിക്കുന്നത്, ബാർബർമാർ വെട്ടുന്നത് രഹസ്യത്തിലാണ് വെട്ടുന്നത്. അത്രയ്ക്ക് പ്രതിഷേധം, അമർഷത നിറഞ്ഞതായ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ജീവിതം. പെന്തക്കോസിന് വേണ്ടി നിൽക്കുക, അപ്പന് ജോലിയില്ല,
വീട്ടിൽ പട്ടിണി പ്രയാസങ്ങളും വർദ്ധിച്ചു. എൻ്റെ അപ്പൻ ഒടുവിൽ നാരങ്ങാണത്തൊരു ജോലി കിട്ടി. എന്തോ ആ പാറമടയിൽ മിറ്റിൽ അളന്ന് തിട്ടപ്പെടുത്തുന്ന കങ്കാണി ജോലി. അത്രയും, അത് എനിക്ക് തോന്നുന്നു ഓതറയിൽ നിന്നൊരു 10-22 കിലോമീറ്റർ അകലെ ആയിരിക്കും. എനിക്കറിയത്തില്ല സ്പഷ്ടമായിട്ട് എത്ര കിലോമീറ്റർ ദൂരമുണ്ടെന്ന്. അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ അവിടുത്തെ ദൂരം ഒന്ന് ഇട്ടാൽ വളരെ നന്ദി. എൻ്റെ പിതാവ് ആഴ്ചയിൽ ഒരിക്കലേ വീട്ടിൽ വരത്തുള്ളൂ. നാരങ്ങാണത്തുനിന്ന് എപ്പോഴും നടന്നു വരിക പറ്റില്ലല്ലോ. ബസ് അത്ര കണ്ട് ഓതറയ്ക്ക് വരാൻ ഡയറക്റ്റ് ബസ്സൊന്നുമില്ല. അന്നത്തെ കാലത്ത് ബസ്സെന്ന് പറയുന്നതൊക്കെ വല്ലപ്പോഴും ഒരിക്കൽ മിന്നാമിനിങ് പോലെ വന്ന് പാഞ്ഞു പോകുന്ന ഉടങ്കല്ലി ബസ്സുകളൊക്കെയാണ് അന്നത്തെ കാലത്ത്. എന്തിനു പറയുന്നു, ഒരു ദിവസം എൻ്റെ പിതാവ് പാറമടയിൽ നിന്ന് മിറ്റിലളപ്പിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഉടനെ ഓതറയിൽ നിന്ന് ഒരു വ്യക്തി കാലം കുടയും ഒക്കെ ഊന്നിക്കൊണ്ട് ഒരു ജുബായും മുണ്ടും ഒക്കെ എടുത്തുകൊണ്ട് ദൂരെ ഒരു മനുഷ്യൻ നടന്നു വരുന്നു. എന്താരാന്നറിയാമോ? ഓതറയിരിക്കുന്ന ബേബി ഉപദേശിയാണ്. ഇന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ ഒരു ബേബി ഉപദേശിയെ പരാമർശിച്ച ചില വിഷയങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അതല്ല, ഇത് വേറൊരു ബേബി ഉപദേശി. അദ്ദേഹം കൊട്ടാരക്കരക്കാരനാണ്. അദ്ദേഹം നല്ല സ്പിരിച്വൽ, നല്ല ആത്മീക ജീവിതത്തിൽ അങ്ങ് ഈയൽ പോലെ നിൽക്കുന്ന ഒരു മനുഷ്യൻ. അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു എന്ന് പറയും. വിശുദ്ധനായൊരു മനുഷ്യൻ. അദ്ദേഹം ഈ ഓതറയിൽ നിന്ന് അതിരാവിലെ സ്തോത്രപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഫെയ്ത്തോമിലും പട്ടിണിയാണ് നടന്ന് നാരങ്ങാണെത്തി എൻ്റെ അപ്പനെ കാണാൻ. എൻ്റെ അപ്പൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ ആ പാറമടയിലോട്ടേക്ക് താൻ അങ്ങ് തളർന്ന് വീണു, മയങ്ങി വീണു. ചാച്ചൻ എൻ്റെ പിതാവ് പെട്ടെന്ന് വെള്ളമൊക്കെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് കൊടുത്ത് നാരങ്ങാ വെള്ളം എവിടുന്നോ സംഘടിപ്പിച്ച് അദ്ദേഹത്തെ താങ്ങി ഇരുത്തിയിട്ട് ചോദിച്ചു, ഉപദേശി എന്തിനാണ് ഇത്രയും ദൂരം നടന്നു വന്നത്? ഞാനങ്ങ് വരത്തില്ലായിരുന്നു. അപ്പോൾ തിരിച്ചയക്കാൻ പോലും എൻ്റെ പിതാവിൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഒന്നും തനിക്ക് കൊടുക്കാനുമില്ല. അപ്പോൾ ഉപദേശി പറഞ്ഞു, ഉണ്ണുണിച്ചായൻ്റെ ഇന്ന് ഒന്നും വാങ്ങാൻ ഞാൻ വന്നതല്ല. ഉണ്ണുണിച്ചായൻ സുഖമില്ലാത്തവനാണ്. ഉണ്ണുണിച്ചായന് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ പ്രാർത്ഥന ആവശ്യമുണ്ട്. അച്ചായന് വേണ്ടി വന്ന് പ്രാർത്ഥിച്ച് അച്ചായനെ ബലപ്പെടുത്തണം. ഒരു ജോലി ദൈവം തന്നതില്ലയോ, കുടുംബം പുലരേണ്ടതല്ലേ? എൻ്റെ പ്രാർത്ഥനയിൽ അത് സഹായിക്കണം. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരാ, ഞാൻ വന്ന് അച്ചായന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചതാണ്, അതുകൊണ്ടാണ് വന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ആ മനുഷ്യൻ തിരിച്ച് നാരങ്ങാണത്തുനിന്ന് ഓതറയിലേക്ക് നടന്നു. എന്തിനാണ് ഞാനിത് പറയുന്നതെന്നറിയാം? ഞാൻ ആരെയും വിധിക്കുകയൊന്നുമല്ല. ഇന്നത്തെ കാലവും അന്നത്തെ കാലവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കേൾക്കുന്നവർ ചിന്തിക്കട്ടെ. നമുക്ക് ആരെയും വിധിക്കുവാനും ഒന്നും നമുക്ക് അധികാരമില്ല, അവകാശമില്ല. അത് തെറ്റാണ്. എങ്കിലും ഇങ്ങനെയൊക്കെയുള്ളതായ പ്രാർത്ഥനയും സഹകരണവും അന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് കിട്ടിയത് കൊണ്ടാണ് കർത്താവിൻ്റെ ഈ മഹനീയമായ ഉപദേശത്തിങ്കൽ ജനം നിന്നത് എന്ന് സ്ഥാപിക്കുകയാണ്. ഇന്ന് സുഖമില്ലായ നമ്മൾ പ്രാർത്ഥിക്കുന്നതും അന്നത്തെ പ്രാർത്ഥനയും തമ്മിൽ ഒരുപാട് വ്യത്യാസം. ജനങ്ങൾക്ക് വേണ്ടി, ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന വിശുദ്ധന്മാരുടെ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും ഇവിടെ തന്നെയല്ല കേട്ടോ. പല ഭാഗങ്ങളിൽ അന്നത്തെ കാലത്ത് പല സഭകളുടെയും ആരംഭകാലങ്ങളിൽ കുമ്പനാട്ടും മറ്റും അവരുടെയെല്ലാം ഉള്ള ഉപവാസ പ്രാർത്ഥനയും, സുഖമില്ലാത്തവർക്ക് വേണ്ടി ഉപദേശിമാർ സഭാവ്യത്യാസമില്ലാതെ ഭാഷന്മാർ ഇറങ്ങി ഓടി അധ്വാനിച്ച് സഹോദരന്മാർ ഓരോരോ കുടുംബങ്ങളെയും ഭവനങ്ങളെയും സ്ഥിരപ്പെടുത്തുന്നതൊക്കെ കണ്ട് കേട്ട് അന്ന് സഭാവ്യത്യാസമൊന്നുമില്ല കേട്ടോ. സിലോൺ പെന്തക്കോസും IPC അങ്ങനെ ഒരു വ്യത്യാസമില്ല. പെന്തക്കോസാ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് ഭയങ്കര യോജ്യമാണ്. കുമ്പനാട്ട് കൺവെൻഷനും കൊട്ടാരക്കര കൺവെൻഷനും എല്ലാവരും അങ്ങ് പോവുക. ഈ കൊട്ടാരക്കര കൺവെൻഷൻ എനിക്ക് തോന്നുന്നു തിരുവല്ല കൺവെൻഷനും ഒക്കെ അടുത്തുള്ള IPC കൺവെൻഷനിലൊന്നും അന്ന് അവിടെ സഭായോഗമില്ല, അവിടെ TPMലാണ്. അതുപോലെ കുമ്പനാട് കൺവെൻഷൻ്റെ ആ സമയത്തൊക്കെ കുമ്പനാട്ട് TPMലൊക്കെ സഭായോഗമില്ല, അത് കുമ്പനാട്ടാണ് സഭായോഗം. അങ്ങനെയുള്ളതായ ഒരു കാലയളവിലെ ജനങ്ങളുടെ ആ തലമുറകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അഭിമാനത്തോടെ നിലനിൽക്കുന്നത്. ഇങ്ങനെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അനേക സംഭവങ്ങളുണ്ട്. അടുത്തു വരുന്നതായ എപ്പിസോഡിൽ മുമ്പിൽ വിളമ്പിയ ആഹാരം തിരിച്ചെടുത്തുകൊണ്ട് പോയ ഒരു സംഭവത്തെക്കുറിച്ച്, അതായത് കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം
വേറൊരാൾക്ക് വേണ്ടി കൊടുത്തയച്ചതായ ഒരു സംഭവത്തെക്കുറിച്ചും നിങ്ങളോട് പറയുന്നതായിരിക്കും. ദൈവം അനുവദിച്ചാൽ കർത്താവ് നമുക്ക് തരുന്നതായ അനുഭവങ്ങളെയൊക്കെ പങ്കിടുന്നത് അനേകർക്ക് സന്തോഷവും, അനേകർ ഈ വേലയ്ക്ക് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും ജീവൻ കൊടുത്ത അനുഭവത്തെക്കുറിച്ച് കേൾക്കുവാൻ വളരെയധികം സന്തോഷമുള്ള ജനങ്ങൾ അവിടെ എവിടെയായിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരെയും കർത്താവ് പരിപാലിക്കട്ടെ, സഹായിക്കട്ടെ. വരും ദിവസങ്ങളിൽ അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാൻ കൃപ തരുന്നതിനായി ദൈവങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. കേൾക്കുന്നവർ നേരിട്ട് വീഡിയോയായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പലപ്പോഴും ശാരീരിക പ്രയാസം കൊണ്ട് അത് പലപ്പോഴും പറ്റിയില്ല. എങ്കിലും ഇതെങ്കിലും ഇങ്ങനെയെങ്കിലും നിങ്ങളിൽ എത്തട്ടെ. അനേകരിലേക്ക് ഈ വിശ്വാസത്തിൻ്റെ മഹത്തേറിയതായ അനുഭവ പശ്ചാത്തലത്തെ അനേകർ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഈ മഹനീയമായ സന്തോഷത്തിലേക്ക്, അനുഭവത്തിലേക്ക്, ശ്രേഷ്ഠമായ ജീവിതത്തിൻ്റെ പ്രത്യാശയിലേക്ക് കടന്നു വരുവാൻ അനേകർക്ക് ഇതൊരു സഹായമായി തീരട്ടെ എന്ന് പ്രതിഷ്ഠിച്ചുകൊണ്ട്, അഭിമാനിച്ചുകൊണ്ട്, പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഗാഡ് ബ്ലെസ് യു.